ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 1.5 ആഴ്ചയായി ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അത് കാരണം വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഒരു ചെറിയൊരു സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു 1.5 ആഴ്ചയായല്ലോ, അപ്പോൾ ചെറുതായിട്ട് നമുക്ക് തിരിച്ചൊന്ന് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ റംസാൻ മാസമാണ്. അപ്പോൾ നിറയെ ഫുഡ് സ്റ്റോൾസൊക്കെ ഓരോ സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. നോർമലായിട്ട് എല്ലാ വർഷവും നമ്മൾ ഫുഡ് സ്റ്റോൾസൊക്കെ പോയി കണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്രാവശ്യം സർജറിയൊക്കെ കഴിഞ്ഞ് വന്നത് കാരണം പോയി ആസ്വദിച്ചൊന്നും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത കാരണം ഞാൻ വിചാരിച്ച് ഒരു വിഭവം നമുക്കിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നോർമൽ ആ സ്റ്റോൾസിലൊക്കെ കാണുന്ന വൺ ഓഫ് ദ ഡിഷാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഗ്രീൻ മസാല ഭാൽ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ചിക്കൻ ഗ്രീൻ മസാല ഭാലിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 250 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് പീസാണ്, 4 പീസ് തിന്നായിട്ട് കട്ട് ചെയ്ത 4 പീസ്. മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് പുതിന, കുറച്ച് മല്ലിയില, കുറച്ച് മതി, എന്ന് വെച്ചാൽ നമ്മൾ 4 പീസല്ലേ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. പിന്നെ ഒരു 3 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചില്ലി പൗഡർ, ഉപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പുതിന, മല്ലിയില, പച്ചമുളക് ഇത് 3ഉം കൂടി ഇട്ട് അരച്ച് കുറച്ച് വെള്ളത്തിൽ അരച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ പുതിനയും മല്ലിയിലയും പച്ചമുളകും കൂടി ഇട്ട പേസ്റ്റ്, അരച്ച പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല ഒരു 1/4 സ്പൂൺ, മല്ലിപ്പൊടി ഒരു 1/4 സ്പൂൺ മതി, മുളക് പൊടി ഒരു 1/4 സ്പൂൺ. ഇത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒന്നുകിൽ മുളക് പൊടി കൂടുതൽ ഇടാം, ഇല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഇച്ചിരി തിക്കായിട്ടുണ്ട്. ലൈറ്റായിട്ടൊരു 2-3 ഡ്രോപ്പ് ഓഫ് വെള്ളം കുറച്ച് ഒഴിച്ച് ഒന്ന് ലൂസാക്കാം ലൈറ്റായിട്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മളിവിടെ മിക്സ് ചെയ്ത പേസ്റ്റ് ഈ ചിക്കനിലോട്ട് പുരട്ടി മാരിനേഷന് വെക്കാം. ഒരു അരമണിക്കൂർ നമ്മൾ മാരിനേഷന് വെക്കണം. മസാല എല്ലാം പുരട്ടി കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിത് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ശരി, ഇപ്പോൾ ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ഈ മസാല മാരിനേറ്റ് ചെയ്ത് ചിക്കൻ വെക്കാം. ഇപ്പൊ നമുക്കൊന്ന് തിരിച്ചിടാം. ഇതിലധികം ഓയിലിന്റെ യൂസേജ് ഇല്ല. മാക്സിമം നമ്മൾ ഒഴിച്ച ഓയിലിൽ തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. നമ്മളിതൊന്ന് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിടാം. ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്, അതുകൊണ്ട്
തിരിച്ചിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടെ വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ വേഗം ഇതങ്ങ് കരിയും. മേളിലുള്ള ഭാഗമൊക്കെ കരിഞ്ഞിട്ട് ഉള്ളിൽ വേഗില്ല. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഉള്ളിൽ നന്നായിട്ട് വേഗം. അപ്പോൾ ഒരു 7 നിമിഷം കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എടുക്കാം. ബാക്കിയുള്ള 2 പീസ് കൂടി നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ രണ്ടാമത് ഇട്ടതും റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് മാറ്റും. അപ്പൊ നമ്മുടെ ചിക്കൻ ഗ്രീൻ മസാല പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റംസാൻ ഡിവൈൻ മന്തിൽ നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ഐറ്റം ആയിട്ട് നമുക്കിത് വീട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നല്ല യമ്മി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അതൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലായിരുന്നോ? ഈസി മാത്രമല്ല, അടിപൊളി ടേസ്റ്റും കൂടിയാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിന്നർ റെസിപ്പി ആയിട്ടും മാറ്റാൻ പറ്റാവുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ച് ബോയിൽഡ് വെജീസും പൊട്ടറ്റോ മാഷൊക്കെ സൈഡിൽ വെച്ച് കഴിച്ചാൽ ഒരു പ്രോപ്പർ ഒരു സ്റ്റമക്ക് ഫുൾ ഡിന്നർ കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, ഞാൻ ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ളതൊന്നും അല്ല ചെയ്തത്. അപ്പം അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോയിൽ കൂടി കാണാം.